നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തെരുവ് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് തിരൂർ നഗരസഭയ്ക്കെതിരെ രംഗത്തുവന്ന തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒടുവിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ചൊവ്വാഴ്ച തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് റിലേ സമര പരിപാടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പിന്മാറിയത്. തെരുവ് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് തിരൂർ നഗരസഭയ്ക്കെതിരെ രംഗത്തുവന്ന തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒടുവിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ചൊവ്വാഴ്ച തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് റിലേ സമര പരിപാടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പിന്മാറിയത്. നഗരസഭയെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു എക്സിബിഷൻ എന്നാണ് ഇവർ നഗരസഭ നൽകിയുള്ള അപേക്ഷയിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ വെറും തുണിത്തരങ്ങൾ, ഈ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ വർഷങ്ങളോളം ഉപയോഗിച്ച് വീണ്ടും കഴുകി അതിൽ മറ്റുള്ള കെമിക്കലൊക്കെ അടിച്ച് കൊടുത്തിട്ട സാധനങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. കാരണം ഈ ഒരുപാട് പഴകിയ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ അടക്കമുള്ള ഈ ത്വക്ക് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ സ്റ്റാൾ അവിടെ സ്ഥാപിച്ച ഉടനെ തന്നെ ഞങ്ങൾ പരിശോധിക്കുകയും ഇത്തരം തുണിത്തരങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. പത്രക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ ആ സ്റ്റാളിൽ ചെന്നാൽ കാണാൻ കഴിയുക വളരെ ഉപയോഗശൂന്യമായിട്ടുള്ള തുണിയുടെ ബണ്ടലുകളാണ്. ഒരു പുതിയ ഷർട്ട് പീസ് പോലും അവരവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരുവോര വ്യാപാര നിയന്ത്രണവും അതുപോലെ ഈ താൽക്കാലിക കച്ചവടമൊക്കെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഞങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സംഘടനകളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻറ്റ് ഞങ്ങൾ കൈക്കൊണ്ടു. ആ കൈക്കൊണ്ടെച്ചാൽ ഇപ്പോൾ അവരവിടെ ഇറക്കിയിട്ടുള്ള സാധനം ഒന്നും അവിടെ പ്രദർശിപ്പിക്കാനോ വിൽക്കാനോ പാടില്ല. തെരുവ് വ്യാപാരവും തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ വ്യാപാരത്തിന് അനുമതി നൽകിയ വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ വാക്കാൽ ഉറപ്പു നൽകി. കൂടാതെ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ചകളിലെ തെരുവ് വ്യാപാരവും ഇനി ഉണ്ടാവില്ലെന്നും ഉറപ്പു നൽകിയതായും അതിനാൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനുള്ള തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയാണെന്നും ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ ലംഘിച്ചാൽ വീണ്ടും സമരപരിപാടികൾക്ക് തിരൂർ സാക്ഷ്യം വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, ട്രഷറർ PA റഷീദ്, വൈസ് പ്രസിഡന്റ് C മമ്മി, സെക്രട്ടേറിയറ്റ് അംഗം C അബ്ദുള്ള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TV ന്യൂസ് തിരൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.